നമ്മുടെ തിരുവനന്തപുരത്ത് KSRTCയും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ട്രാൻസ്പോ എന്ന പേരിലൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട്. KSRTCയുടെ പുതിയ വാഹനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും KSRTCയുടെ ചരിത്രം, പഴയകാല വാഹനങ്ങൾ, വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവ പരിചയപ്പെടുത്താനുമായിട്ടാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22, 23, 24 തീയതികളിലാണ് ട്രാൻസ്പോ എന്ന പേരിൽ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 24 അവസാന ദിവസമാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം. ശാസ്താംകോട്ടയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അതിരാവിലെ 7:45 തന്നെ നമ്മൾ ശാസ്താംകോട്ടയിൽ എത്തിച്ചേർന്നു. 7:50 കഴിയുമ്പോൾ ശാസ്താംകോട്ടയിൽ വരുന്ന വഞ്ചിനാട് എക്സ്പ്രസിനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം സെൻട്രൽ അഥവാ തമ്പാനൂർ ഇറങ്ങി എക്സ്പോയുടെ ഭാഗമായ ഫ്രീ ബസ്സിൽ നമുക്ക് കനകക്കുന്നിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ ജോലിക്കായി പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും 10 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രെയിനാണ് വഞ്ചിനാട്. നമ്മളെയും കൃത്യം 10 മണിക്ക് തന്നെ വഞ്ചിനാട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു. ട്രാൻസ്പോയുടെ ഭാഗമായ ഫ്രീ ബസ് സർവീസ് തമ്പാനൂർ ഡിപ്പോയുടെ മുന്നിലെല്ലാം ഒന്ന് നോക്കി, പക്ഷേ കണ്ടില്ല. കുറേ നേരം നിന്നിട്ട് ഞാൻ എന്തായാലും ഒരു വിതുര ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് കനകക്കുന്നിലെത്തിയപ്പോൾ നമ്മുടെ ഫ്രീ ബസ് സർവീസ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇനിയിപ്പോൾ മടക്ക യാത്ര ഇതിലാക്കാം. എക്സ്പോയുടെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസം ഇത്തരത്തിൽ സൗജന്യ ബസ് യാത്ര ഉണ്ടായിരുന്നു. നമ്മുടെ വാഹനം എവിടെ പാർക്ക് ചെയ്താലും അവിടെ നിന്ന് കയറി നമുക്ക് എക്സ്പോയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ഒരു ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം. അതുകൂടാതെ തന്നെ നമ്മുടെ നഗര കാഴ്ചകൾ നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് 200 രൂപയായിരുന്നു. അത് 20 രൂപ നിരക്കിൽ നമുക്ക് എക്സ്പോയിലേക്ക് വരാൻ ഉപയോഗപ്പെടുത്താം. ട്രാൻസ്പോയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയായിട്ട് കൊട്ടാരക്കര ഡിപ്പോയിലെ KSRTC വർക്ക്ഷോപ്പ് വാൻ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട്. പ്രധാന കവാടം കടന്ന് മുന്നോട്ട് നീങ്ങി ഇവിടെയായിട്ട് കുറേ അധികം ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് കിടക്കുന്നത് നമ്മുടെ KSRTC പുതിയതായിട്ട് വാങ്ങിയ AC സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ്. അതായത് നമുക്ക് ഈ ബസ്സിൽ ഇരുന്നും പോകാം, കിടന്നും പോകാം. താഴത്തെ വശം നമുക്ക് നോർമൽ രീതിയിലുള്ള സീറ്റുകളാണ്, പുഷ് ബാക്ക് ചെയ്തൊരു സെമി സ്ലീപ്പർ രീതിയിൽ നമുക്ക് ഇരിക്കാം. മുകൾ ഭാഗം പക്ഷേ സ്ലീപ്പർ ബെഡുകളാണുള്ളത്. അവിടെ നമുക്ക് കിടന്നു പോകാം. 2 തരത്തിലുള്ള ബുക്കിങ്ങും ഇപ്പോൾ ഈ ഒരു ബസ്സിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിന് തൊട്ടുപുറകിൽ കിടക്കുന്നത് പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ്, ടാറ്റയുടെ ബസ്സുകളാണ്. ഈ ബസ് ഇറങ്ങിയ സമയത്ത് കുറച്ചധികം വിമർശനങ്ങൾ വന്നിരുന്നു ഇതിൻ്റെ പെയിന്റിങ്ങിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിലവിൽ ആ ഒരു പെയിന്റിംഗ് ഒക്കെ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പുതിയ ബസ്സിൻ്റെ ബോഡി കോഡ് ഒക്കെ നിലവിൽ വന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് വിൻഡോകളാണ് നമുക്ക് നിർബന്ധമായിട്ട് വരേണ്ടത്. ഷട്ടർ വിൻഡോകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ പഴയ KSRTC ബസ്സുകൾ കിടക്കുന്നതുകൊണ്ടായിരിക്കണം പുതിയ ഏതൊരു മോഡൽ വരുമ്പോഴും ആദ്യം നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നെ കണ്ട് അതങ്ങ് ഓക്കെ ആവും. നിലവിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അകം കയറി കാണാൻ പറ്റില്ല. അകം നമുക്ക് പിന്നീട് കയറി കാണാം. മുകളിലുള്ള ബസ്സാണ് തുറന്നിട്ടിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ പുറകിൽ വരുന്നത് നമ്മുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ്. 2 ബസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും രൂപത്തിൽ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. ചെറിയ പെയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ ഫാസ്റ്റും തമ്മിലും അങ്ങനെയാണ്. പ്രധാനമായിട്ടും സ്പീഡും ഫെയർ സ്റ്റേജും ഒക്കെയാണ് വ്യത്യാസം വരുന്നത്. വണ്ടി ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഉള്ളത്. അതുപോലെ തന്നെയാണ് പുതിയ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും വരുന്നത്. ഫാസ്റ്റും അതുപോലെ തന്നെ പുറമേ വലിയ കുഴപ്പമൊന്നും എനിക്ക് കാണുന്നില്ല. ഇതിനും പെയിന്റിൻ്റെ പേരിൽ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നിലവിൽ നേരിട്ട് കണ്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് മറിച്ചാവാം അഭിപ്രായം. ഉറപ്പായിട്ടും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും നമുക്ക് മറ്റ് ബസ്സുകളൂടി കാണാം. ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈഡിലായിട്ട് വലിയ അക്ഷരത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലായിട്ട് ഒരു കുഞ്ഞൻ ബസ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു KSRTC അടുത്തിടെ വാങ്ങിയതിൽ ഏറ്റവും കുഞ്ഞു ബസ് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തുള്ള കച്ചേസ് ബസ്സിൻ്റെയൊക്കെ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലും ചെറുതാണെന്ന് തോന്നുന്നു ഈ ഒരു ബസ്. ഇനിയിപ്പോൾ അതിൻ്റെ നീളമൊക്കെ ഉള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. എങ്കിലും ബസ് കൊള്ളാം. എനിക്ക് അതിൻ്റെ ഗ്രാഫിക്സും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതൊന്നും നമ്മൾ അകത്ത് കയറി കണ്ടിട്ടില്ല. മുകളിൽ ഇതെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി എന്തൊക്കെയുണ്ടെന്ന് കാണുകയും ചെയ്യാം. പുറമേ ഉള്ള കാഴ്ചകളാണ് ഇതുവരെ കണ്ടത്. അതുവരെ എനിക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. വലിയ പ്രശ്നങ്ങളൊന്നും പറയാനായിട്ട് ഇല്ല. ഇനി നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ ഒരു ബസ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ബസ് അറിയപ്പെടുന്നത് ലിങ്ക് ബസ് എന്നാണ്. ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും ഫാസ്റ്റ് പാസഞ്ചർ കാറ്റഗറിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും പഴയ ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റിൻ്റെ ലിവറിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കളർ പാറ്റേണും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് അന്നും ആ ഒരു ബസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ബസ്സിൻ്റെ ലിവറിയും ഡിസൈനും എല്ലാം ഇഷ്ടപ്പെട്ടു. കളറാണെങ്കിലും നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു ലിങ്ക് ബസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിലവിൽ ഈ കിടക്കുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സും ഇത് തന്നെയാണ്. ഈ ബസ്സിൻ്റെയൊക്കെ യാത്രാസുഖം എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് റോഡിൽ ഇറങ്ങി ഓടിത്തുടങ്ങണം. അതിൽ കയറി നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഇതിൽ എത്ര യാത്രാസുഖമുണ്ടെന്ന്. ഇനി എത്ര സ്പെസിഫിക്കേഷൻ്റെ കാര്യം പറയും നമ്മൾ പിടിച്ചു നിന്നാലും നമ്മളതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എത്രത്തോളം നല്ല വണ്ടികളാണ് അതെന്ന്. അതിന് പിറകിൽ കിടക്കുന്നത് നമ്മുടെ സ്ലീപ്പർ ബസ്സാണ്. നമ്മൾ ആദ്യം കണ്ടത് സീറ്റർ കം സ്ലീപ്പർ ആയിരുന്നു. സീറ്ററും സ്ലീപ്പർ ബെഡും ഉള്ളത്. ഇതിൽ മുഴുവനായിട്ട് സ്ലീപ്പർ ബെഡുകളാണുള്ളത്. അതുകൊണ്ട് ഇത് ഫുൾ സ്ലീപ്പർ എന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ലിവറി കൊള്ളാം. അത്യാവശ്യം പുറകിലായിട്ട് കഥകളിയുണ്ട്. അതിനുശേഷം നമ്മുടെ ദേശീയ പതാകയുടെ കളറാണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. അതും കൊള്ളാം. പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കേട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലല്ല. ഞാൻ ഒരുപാട് ഫോട്ടോകൾ കണ്ട് എനിക്കൊരു വല്ലായ്മ തോന്നിയെങ്കിലും ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ബസ്സുകളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും ഫോണിൽ പല ലൈറ്റിൽ എടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു വണ്ടിയുടെ കളറും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആയിട്ട് തിരിച്ചറിയാനായിട്ട് ആ ഒരു ഫോട്ടോയിൽ നിന്ന് സാധിക്കില്ല.
KSRTC പുതിയതായിട്ട് വാങ്ങിയ ഇത്രയും ബസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഒരു ബസ് കൂടിയുണ്ട്, വോൾവോയുടെ B9600 എന്ന് പറയുന്ന ഒരു ലക്ഷറി മോഡൽ ബസ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വില കൂടിയ ബസ്സും ഏറ്റവും സൗകര്യമുള്ള ബസ്സും. അത് മുകളിലായിട്ടാണുള്ളത്, അത് നമുക്ക് പോയി കാണാം. ഇവിടെയായിട്ട് സീനിയർ സിറ്റിസണിന് പോകാനായിട്ട് ഇലക്ട്രിക് ഓട്ടോകളൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ചില കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ടോയ് കളക്ഷനാണ്. അതിവിടെയായിട്ട് ഒരു സ്റ്റാളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് ടോയ്കളുണ്ട്. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ പഴയ ഹൈടെക് ബസ്സുകളെയാണ്. നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ അതിനകത്ത് മിനിയേച്ചർ രൂപത്തിൽ ഉണ്ട്. അത് അന്ന് ഗണേഷ് കുമാർ സാർ മന്ത്രിയായ സമയത്ത് ഇറക്കിയ ബസ്സുകളാണ്. എനിക്കതിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് വലിയ സൗണ്ടൊക്കെ ആയിട്ട് നമ്മുടെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞ ബസ്സുകളായിരുന്നു അവ. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ആശയപ്രകാരം KSRTCയുടെ സെൻട്രൽ വർക്ക്ഷോപ്പിൽ പണിഞ്ഞ ഒരു വാഹനമാണിത്. KSRTC ഡിജിറ്റൽ ആവുന്നതിൻ്റെ ഭാഗമായി ചലോ ആപ്പുമായി സഹകരിച്ച് പുറത്തിറക്കിയ ട്രാവൽ കാർഡിൻ്റെയും മറ്റും പരസ്യവും കാണാം. ഇവിടെയായിട്ട് കുറച്ചധികം മിനിയേച്ചറുകളുണ്ട്. ജനങ്ങളും KSRTCയുടെ തന്നെ സ്റ്റാഫും നിർമ്മിച്ചിട്ടുള്ള മിനിയേച്ചറുകളാണ്. പഴയ കാലത്തെ വാഹനങ്ങൾ മുതൽ പുതിയ കാലത്തെ വാഹനങ്ങൾ വരെ മിനിയേച്ചർ രൂപത്തിൽ ഇവിടെയുണ്ട്. എല്ലാ മോഡലുകളും ഗംഭീരമായിരിക്കുന്നു. അതിൽ ചിലത് എടുത്തു പറയണം. അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടാൽ ഒറിജിനൽ ബസ്സാണെന്നേ പറയുകയുള്ളൂ. ഇനി അങ്ങോട്ട് KSRTCയുടെ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, പിന്നീട് ജലഗതാഗത വകുപ്പിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ സ്റ്റാളുകളാണ്. അതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ വകയായി ഇവിടെ ഒരു മോട്ടു എന്ന കുട്ടിയാന നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഹാഷ്ടാഗും ചേർത്ത് പോസ്റ്റ് ചെയ്താൽ ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറയുന്നു. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ മറ്റൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് ബസ്സിൻ്റെ ഒരു മോഡലാണ്. അതിനകത്ത് നമ്മുടെ ഒറിജിനൽ സീറ്റും സ്റ്റിയറിങ്ങും ഹോണും ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറിയുന്ന എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാം. കുട്ടികളെല്ലാം കയറിയിരിക്കുന്നുണ്ട്. ഇതിലെ രസം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇതിനകത്ത് കയറിയുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് വിൻറ്റേജ് കാറുകളുടെ ഒരു ഷോയാണ്. നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറച്ചധികം വിൻറ്റേജ് കാറുകളും ബൈക്കുകളുമുണ്ട്. യാത്ര ചെയ്യണമെന്ന് അഭ്രപാളികളും കേരള ചരിത്രം മാറ്റിയെഴുതിയവർക്ക് കണ്ണീരോടെയാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം വാങ്ങി. ഇതിനകത്ത് തന്നെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ നമ്മുടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെയായിട്ട് ISROയുടെ ഒരു വാൻ കിടപ്പുണ്ട്. അതിനകത്ത് കയറി നമ്മുടെ പ്രധാനപ്പെട്ട മെഷീനുകളെല്ലാം നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുവരെ കാണാത്ത ആ ലക്ഷറി വെഹിക്കിളാണ് കിടക്കുന്നത്. നമ്മൾ വാങ്ങിയതിൽ ഏറ്റവും വില കൂടിയ വോൾവോ B9600 എന്ന് പറയുന്ന മോഡൽ. അതിനകത്ത് എല്ലാവരും കയറുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലക്ഷറി വെഹിക്കിളാണ് B9600 എന്ന് പറയുന്നത്. വോൾവോ ഇറക്കിയതിനകത്ത് നല്ല സൗകര്യങ്ങളുള്ള ഒരു ബസ്സാണ്. KSRTC ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ വാങ്ങുന്നത്. അതിനകത്ത് കയറി അത്യാവശ്യം നല്ല സീറ്റുകളാണ്, പുഷ് ബാക്ക് സീറ്റുകൾ, നല്ല കുഷനിങ് ഉള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. അകത്ത് ടെമ്പറേച്ചറും സമയവും എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് വലിയ LED പാനലുകളൊക്കെ ഉണ്ട്. നന്നായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ KSRTCക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ ഒരു വാഹനം. ഇനി നമുക്ക് എല്ലാ ബസ്സുകളുടെയും അകഭാഗം ഒന്ന് ഓടിച്ച് കാണാം. നമ്മൾ നേരത്തെ എല്ലാ ബസ്സിൻ്റെയും ഉൾഭാഗം കണ്ടിരുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു സ്ലീപ്പർ ബസ്സാണ്. ഇവിടെയും ഒരു ബസ് കൊണ്ടിട്ടിട്ടുണ്ട്.
പിന്നീട് നമ്മൾ കാണാത്ത സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, അതിൻ്റെ ഉൾവശമാണ്. സൂപ്പർ ഫാസ്റ്റിൻ്റെ ഉൾവശം ഡ്രൈവർ ക്യാബിൻ സെപ്പറേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. നിലവിൽ നമ്മൾ കാണുന്ന ബസ്സിൻ്റെ ഒരു ക്യാബിൻ പോലെയൊന്നും അല്ല, നമ്മുടെ നിലവിലുള്ള KSRTCയുടെ പോലെയല്ല. പിന്നീട് സീറ്റുകളെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. സൈഡ് സീറ്റിൽ 3 പേർക്കും ഇപ്പുറത്തെ സീറ്റ് 2 പേർക്കും ഇരിക്കാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ളതെല്ലാം ഉണ്ട്. പിന്നീട് അകത്ത് കുറച്ച് സ്പേസ് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് ചൂടടിക്കുന്നതിൻ്റെ ആയിരുന്നു. അതിനൊരു പരിഹാരമോളം നമുക്കിവിടെ കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഒരു ഗ്ലാസ്സാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചറാണ്. ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റും നമ്മൾ പുറമേ കണ്ടതുപോലെ തന്നെ അകത്തും വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ ലിങ്ക് ബസ്സിൻ്റെ ഉൾവശമാണ്. ഫാസ്റ്റിനും സൂപ്പർ ഫാസ്റ്റും അപേക്ഷിച്ച് ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് നമ്മുടെ സീറ്റുകൾക്കിടയിൽ കുറച്ചുകൂടി സ്പേസ് കാണുന്നുണ്ട്. അതായത് ആളുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ ഒരു മോഡലിൻ്റെ പർപ്പസ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്കിനി അതിനകത്ത് സീറ്റ് ഇടയിൽ ആളുകൾക്ക് സ്പേസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഫ്രീ ബസ് കിട്ടി. നമ്മൾ വന്ന സമയത്ത് കിട്ടാത്ത ബസ് നമുക്ക് പോകാനുള്ള സമയമായപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തമ്പാനൂരിലേക്കാണ് പോകുന്നത്. തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലോട്ടൊക്കെ സർവീസ് ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഉച്ചയ്ക്ക് 2:30 കോട്ടയം എക്സ്പ്രസിൽ ശാസ്താംകോട്ടയിലേക്ക് മടങ്ങി പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള നിരവധി യാത്രകളുമായി തിരിച്ചെത്തുന്നതാണ്. അതുവരേക്കും നന്ദി.